ബോച്ചെ വിചാരിച്ചതുപോലെ സിമ്പിൾ അല്ല കാര്യങ്ങൾ. കുരുക്കു മുറുകി 14 ദിവസം റിമാൻഡിൽ. അകത്ത് കിടക്കുന്ന ബോച്ചയേക്കാൾ അപകടം പുറത്തുള്ള ബോച്ചെ ആർമി. സുബിഷേ, ബോബി ചെമ്മണ്ണൂർ വിചാരിച്ചത് വലിയ അഡ്വക്കേറ്റ് ഒപ്പമുണ്ട്, ഒരുപാട് പണം കയ്യിലുണ്ട്, അതുകൊണ്ട് വളരെ സിമ്പിളായിട്ട് താൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ഊരിപ്പോരാം എന്നാണ് അദ്ദേഹം വിചാരിച്ചത് എന്ന് തോന്നുന്നു. എന്തായാലും പണി കിട്ടി. 14 ദിവസം റിമാൻഡിലാണ്. ഒപ്പം ഈ വിധി കേട്ടറിനെ തലകറങ്ങി. പി ജയരാജനെയൊക്കെ അധിക്ഷേപിച്ചിട്ട് കയറിപ്പോയ ആളാണ്. താൻ ഇതുപോലെ കറങ്ങി കിടക്കില്ല എന്നൊക്കെ പറഞ്ഞ ആളാണ്. പക്ഷേ തല കറങ്ങി വിധി കേട്ടപ്പോൾ. അതെ അതെ, വിധി കേട്ട് തല കറങ്ങണം, ഇനിയും തല കറങ്ങണം. ഓരോ വൃത്തികെട്ട വാക്കുകൾ തൻ്റെ നാവിൽ നിന്ന് പുറത്തു വരുമ്പോഴും ബോബി ചെമ്മണ്ണൂരിന് കോടതിയിലെ ആ പ്രതിക്കൂട്ടിൽ തല കറങ്ങിയിരുന്നത് ഇനി ഓർമ്മ വരണം എന്നാണ് ആദ്യമായി പറയാനുള്ളത്. സുബിഷേ, ഈ ഇപ്പോൾ ഹണി റോസ് ഇങ്ങനെ ഒരു അവർ തന്നെ അവരുടെ ഭാഷയിൽ തന്നെ പറഞ്ഞ ഒരു യുദ്ധത്തിനാണ് തുടക്കം കുറിച്ചിരിക്കുന്നത്. ഇന്ന് രാഹുൽ ഈശ്വറിനെതിരെ ഹണി റോസ് വളരെ രൂക്ഷമായ ഭാഷയിൽ, വളരെ രൂക്ഷവും വ്യക്തവുമായ ഭാഷയിൽ രംഗത്തെത്തിയിട്ടുണ്ട്. അതായത് ഒരുപക്ഷെ രാഹുൽ ഈശ്വർ ഒരു പൂജാരിയായിരുന്നുവെങ്കിൽ ക്ഷേത്രത്തിൽ വരുന്ന സ്ത്രീകൾക്ക് ഡ്രസ് കോഡ് തീരുമാനിച്ച് കളഞ്ഞേനെ. ഇപ്പോൾ ഡ്രസ് കോഡ് ഉണ്ട്, അത് ഹണിക്ക് അറിയത്തില്ല എന്ന് തോന്നുന്നു. എന്തായാലും ഡ്രസ് കോഡ് തീരുമാനിച്ച് കളഞ്ഞേനെ, ഇല്ലെങ്കിൽ നിയന്ത്രണം തെറ്റിപ്പോകും. യഥാർത്ഥത്തിൽ നമ്മൾ ചർച്ച ചെയ്യേണ്ട വിഷയം അതല്ലെങ്കിൽ ഈ രാഹുൽ ഈശ്വറിനെ പോലെ, ഈ ബോച്ചെ ആർമിയെ പോലെ, ഈ ബോച്ചെ അങ്ങ് അതിര് കണ്ട് എന്താ പറയുക ആഘോഷിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അവരെല്ലാം ഈ വിഷയത്തെ വഴിതിരിച്ച് വിടുന്നത് നമ്മൾ ഈ 2 ദിവസമായിട്ട് കാണുന്നുണ്ട്. എന്താണ് അവരുടെ വിഷയം? ഹണി റോസിൻ്റെ ഡ്രസ്സാണ്. ഹണി റോസിൻ്റെ ഡ്രസ്സ് കാരണമാണ് ബോച്ചയ്ക്ക് അങ്ങനെ പറയേണ്ടി വന്നു എന്നുള്ള ഒരു വ്യാഖ്യാനത്തിലേക്ക്, അങ്ങനെ ഒരു നറേറ്റീവിലേക്ക് കാര്യങ്ങൾ എത്തിക്കാനുള്ള ഒരു ശ്രമം ഒരു സൈഡിൽ നടക്കുന്നുണ്ട്. സുബീഷ് ശ്രദ്ധിച്ചോ എന്നറിയത്തില്ല. എന്തായാലും സത്യത്തിൽ ഈ നമ്മളൊരു പൊതു ഇടത്തിൽ ഈ ഒരു വിഷയം നമ്മുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്ന വിഷയങ്ങൾ 2 ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒന്ന്, ഒരു പൊതു ഇടത്തിൽ അത് അയാൾ എത്ര വലിയ പണക്കാരനായാലും എങ്ങനെയാണ് സംസാരിക്കേണ്ടത് എന്നുള്ളത് എല്ലാവരും ഓർക്കണം. 2, ഈ സൈബർ ഇടം പോലുള്ള പബ്ലിക് സ്പേസിൽ എത്രമാത്രം അധിക്ഷേപകരമായ കമൻ്റ് ഇടാം, അല്ലെങ്കിൽ എത്രമാത്രം അതിനൊരു സഭ്യത വേണം എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഈ ഹണി റോസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നടക്കുന്ന വിഷയങ്ങളെന്നാണ് എനിക്ക് പറയാനുള്ളത്. ആദ്യമായി പറയാനുള്ളത് എന്താണ് സുബീഷിന് പറയാനുള്ളത്? അൻഷാദ്, ഇവിടെ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പറഞ്ഞ ഒരു കാര്യം, പബ്ലിക് ഡൊമൈനിൽ അല്ലെങ്കിൽ പബ്ലിക് സ്പേസിൽ നമ്മൾ എന്ത് പറയണം, അതിലൊരു മിതത്വം വേണം എന്നുള്ളതാണ്. അവിടെയാണ് അൻഷാദ് പറഞ്ഞു നിർത്തിയത്. എനിക്ക് അക്കാര്യത്തിൽ കൂട്ടിച്ചേർക്കാനുള്ളത്, പബ്ലിക് സ്പേസിൽ മാത്രമല്ല, ഒരു വ്യക്തി, ഒരു മനുഷ്യൻ ആണോ പെണ്ണോ ആകട്ടെ, ആ വ്യക്തിയുടെ വ്യവഹാരങ്ങൾ, സംസാരമടക്കം ആരംഭിക്കുന്നത് അവനവൻ്റെ അല്ലെങ്കിൽ അവളുടെ വീട്ടിൽ നിന്നാണ്. വീട്ടിൽ പോലും വാക്കിൽ ആ ഒരു മിതത്വം വേണം, നിയന്ത്രണം വേണം. നമുക്കൊപ്പം ഉള്ള ഒരാളോട് സംസാരിക്കുമ്പോൾ ആ വ്യക്തിയുടെ രാഷ്ട്രീയം എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയല്ല. ഇപ്പോൾ ഒരു സ്ത്രീ ആകട്ടെ, ആ സ്ത്രീയെ ആദരിച്ചുകൊണ്ട് ബഹുമാനിച്ചുകൊണ്ടുള്ള വാക്കുകൾ പുറപ്പെടുവിക്കുക എന്നുള്ളതാണ് ഒരു വീടിനകത്ത് നാം കാത്തു സൂക്ഷിക്കേണ്ട ജനാധിപത്യവും രാഷ്ട്രീയവും. അത് പുലർത്തിക്കൊണ്ടു വേണം ആ വ്യക്തി പെരുമാറാൻ, വീടിനകത്ത് പെരുമാറാൻ. അങ്ങനെ പെരുമാറി ശീലിച്ചാൽ സ്വാഭാവികമായും സ്വമേധയാ അയാൾ സമൂഹത്തോട് ഇടപെടുമ്പോൾ ആ ശീലം അയാളുടെ സംസാര ഭാഷയിൽ ഇടകലരുകയും അയാൾ ഒരു ബോച്ചെ ആകാതിരിക്കുകയും ചെയ്യും. അപ്പോൾ ബോച്ചയാകുന്നത് അങ്ങനെയാണ്. അവനവൻ്റെ വീട്ടിൽ പോലും അല്ലെങ്കിൽ അവളുടെ വീട്ടിൽ പോലും വാക്കിൽ മിതത്വം പാലിക്കാതെ എന്തും വിളിച്ചു പറയാം. ആ വിളിച്ചു പറയുന്നതിൽ ദ്വയാർത്ഥ പ്രയോഗങ്ങൾ ആവാം. അത് അനുവദിക്കപ്പെടുന്ന ഒരു വീട്ടിൽ നിന്നും വരുന്ന ഒരാൾ, അതല്ലെങ്കിൽ തൊട്ടടുത്തുള്ള ഒരാൾ, ഭാര്യയോ ഭർത്താവോ ആകട്ടെ, ഭാര്യ ഭർത്താവിനോട്, ഭർത്താവ് ഭാര്യയോട് ആ വ്യക്തിക്ക് ഹിതകരമല്ലാത്ത രീതിയിൽ സംസാരിച്ച് ആ ശീലത്തോടു കൂടി വീട്ടിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ഒരാൾ വളരെ എളുപ്പത്തിൽ ഒരു ബോച്ചയായി മാറാനുള്ള സാധ്യത സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് എനിക്ക് ആമുഖമായിട്ട് പറയാനുള്ളത്. ഇവിടെ പ്രധാനമായും ഇന്ന് കോടതിയിൽ സംഭവിച്ചത്, ഇപ്പോൾ നമ്മൾ കോടതിയിൽ ഒരു വ്യക്തിയുടെ ജാമ്യാപേക്ഷ സമർപ്പിക്കുമ്പോൾ, അല്ലെങ്കിൽ ആ ജാമ്യാപേക്ഷയിന്മേൽ പ്രതിഭാഗം അഭിഭാഷകൻ വാദിക്കുമ്പോൾ പ്രധാനമായും മുന്നോട്ട് വയ്ക്കാറുള്ള ഒന്ന്, ഈ പ്രതിക്ക്, തൻ്റെ കക്ഷിക്ക് ക്രിമിനൽ പശ്ചാത്തലം ഇല്ല എന്നാണ്. എന്തിനാണ് അങ്ങനെ ഒരു വാദം മുന്നോട്ട് വയ്ക്കുന്നത്? സ്വാഭാവികമായും എൻ്റെ കക്ഷിക്ക് ക്രിമിനൽ പശ്ചാത്തലം ഇല്ല.
പെട്ടെന്ന് എന്തോ ഒരു പ്രേരണയാൽ ചെയ്തു പോയ ഒരു ക്രൈം, ഒരു ക്രിമിനൽ കുറ്റം, അതല്ലെങ്കിൽ അതൊരു ക്രൈം ആണ് എന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കുന്നതാണ്, സതുദ്ദേശത്തോടു കൂടി അയാൾ ചെയ്തു പോയതാണ്. അതല്ലെങ്കിൽ മൂന്നാമത്തേത് ഇതൊരു ഒറ്റപ്പെട്ട സംഭവം മാത്രമാണ്, അതിനാൽ എൻ്റെ കക്ഷിക്ക് ജാമ്യം അനുവദിക്കണം എന്നായിരിക്കുമല്ലോ സ്വാഭാവികമായും എല്ലാ കേസിലും ഒരു പ്രതിഭാഗം അഭിഭാഷകൻ മുന്നോട്ട് വയ്ക്കുക. ഇവിടെ പക്ഷേ ക്രിമിനൽ പശ്ചാത്തലം ഇല്ല എന്ന് വാദിക്കാൻ ഇപ്പോൾ വന്നിട്ടുള്ളത് സാക്ഷാൽ ബി രാമൻപിള്ളയാണ്. എന്നിട്ട് പോലും ബോബി ചെമ്മണൂരിന് ജാമ്യം കിട്ടിയില്ല. അതവിടെ നിൽക്കട്ടെ. ബി രാമൻപിള്ളയുടെ അഭിഭാഷകർ അല്ലെങ്കിൽ ബി രാമൻപിള്ളയാകട്ടെ പ്രതിക്ക് ക്രിമിനൽ പശ്ചാത്തലമില്ല എന്ന് വാദിച്ചോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ടും ഇപ്പോൾ അറിയില്ല. പക്ഷേ അങ്ങനെ വാദിച്ചിരിക്കാൻ സാധ്യതയില്ല. ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല എന്ന് തന്നെയാണ് അതിൻ്റെ കാരണം. ഈ രണ്ടാമത്തേത്, ഇവിടെ വീഡിയോ പ്രതിഭാഗത്തിൻ്റെ വലിയ ആത്മവിശ്വാസത്തിൻ്റെ പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് ഈ വീഡിയോ ആണ്. അതായത് ഇപ്പോൾ ഈ വിവാദമായ ഈ പരാമർശം നടത്തിയതിന് ശേഷവും നടി നിറഞ്ഞ ഉല്ലാസത്തോടു കൂടി വളരെ ഹാപ്പിയായി ആ വേദിയിൽ തന്നെ നടിയുടെ പ്രസൻസ് ഉണ്ടായിരുന്നു. എല്ലാ ആ ചടങ്ങ് പൂർത്തിയാക്കിയതിന് ശേഷം മാത്രമാണ് വളരെ സംതൃപ്തിയോടുകൂടി നടി അവിടം വിട്ടു പോയത്. ഇങ്ങനെ ഒരു പരാമർശം ഉണ്ടായതിൽ ഒരു പ്രതികരണവും അല്ലെങ്കിൽ ഒരു പ്രതിഷേധവും ആ ചടങ്ങിനിടയിൽ നടി നടത്തിയില്ല. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്പോൾ പ്രതികരിക്കണമായിരുന്നുവല്ലോ. ഈ വീഡിയോ കാണൂ. ഈ വീഡിയോയിൽ വളരെ ഉല്ലാസവതിയായി വളരെ പ്രസാദാത്മകതയോടുകൂടി നടി ഇടപെടുന്നത്, ആ ചടങ്ങിൽ ഉടനീളം സജീവ സാന്നിധ്യമായി നിൽക്കുന്നത് കോടതിക്കും കാണാമല്ലോ എന്നുള്ളതാണ് പ്രതിഭാഗം മുന്നോട്ട് വെച്ച വാദം. അത് പല ഘട്ടങ്ങളിൽ ആവർത്തിച്ചു. ഈ വീഡിയോ കാണണം 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 എന്നുള്ള ആവശ്യം പല ഘട്ടങ്ങളിൽ ആവർത്തിച്ചപ്പോഴും മജിസ്ട്രേറ്റ് അതിന് തയ്യാറായില്ല. ഈ ഘട്ടത്തിൽ കേസിൻ്റെ മെറിറ്റിലേക്ക് പോകേണ്ടതില്ല കോടതിക്ക്, ഈ വീഡിയോ ഇപ്പോൾ കാണേണ്ട സാഹചര്യമില്ല എന്നു മാത്രമാണ് മജിസ്ട്രേറ്റ്, അതായത് കോടതി പറഞ്ഞത്. കാരണം ആ വീഡിയോ എന്ന അർത്ഥത്തിൽ മാത്രമല്ല, പബ്ലിക് ഡൊമൈനിൽ ബോബി ചെമ്മണൂരുമായി ബന്ധപ്പെട്ട എല്ലാ വീഡിയോയും നമുക്കിപ്പോഴും കാണാൻ സാധിക്കും. ബോബി ചെമ്മണൂർ ആരാണ് എന്ന് മനസ്സിലാക്കാൻ വേണമെങ്കിൽ ബോബി ചെമ്മണൂർ ഡബിൾ മീനിങ് എന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഈ പറയുന്ന എല്ലാ വീഡിയോസും പബ്ലിക് ഡൊമൈനിൽ കിടപ്പുണ്ട്, ഇപ്പോഴും നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ക്രിമിനൽ പശ്ചാത്തലമില്ല, ഇതൊരൊറ്റപ്പെട്ട സംഭവമല്ല, ഇത് എന്തോ ഒരു പ്രേരണയാൽ അറിയാതെ വന്നു പോയ ഒരു നാക്കുപിഴയാണ്, അതല്ലെങ്കിൽ അങ്ങനെ സമൂഹം തെറ്റിദ്ധരിച്ചതാണ് എന്ന് വാദിച്ചാൽ തന്നെയും ആ വാദത്തിന് ബി രാമൻപിള്ള വാദിച്ചാൽ പോലും ആ വാദത്തിന് ഹൈക്കോടതിയിലാകട്ടെ സുപ്രീം കോടതിയിലാകട്ടെ നിലനിൽപ്പില്ല. കാരണം ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല, എന്തോ ഒരു പ്രേരണയാൽ ചെയ്തു പോയതല്ല, കേവലം ഒരു നാക്കുപിഴയല്ല എന്ന് ലോകത്തേത് കോടതിക്കും മനസ്സിലാക്കാവുന്ന വിധത്തിൽ പബ്ലിക് ഡൊമൈനിൽ ഇതിനകം ബോബി ചെമ്മണൂർ എന്ന് പറയുന്ന ബോച്ചെ പറഞ്ഞ ആ പഴംപൊരി സാഹിത്യം മുഴുവൻ കിടപ്പുണ്ട്. ഒരു ചായക്കടയിൽ പോയിട്ട് ചേട്ടൻ്റെ പഴംപൊരി എന്താ വളഞ്ഞു കിടക്കുന്നത് എന്ന് ചോദിച്ചാൽ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കാൻ 10ാം ക്ലാസ് തോറ്റ ഒരു വ്യക്തിയല്ല കോടതിയിൽ മജിസ്ട്രേറ്റായിട്ട് ഇരിക്കുന്നത്. അത് ബോച്ചയ്ക്ക് മനസ്സിലായിട്ടില്ല. കാരണം പണത്തിൻ്റെ ഹുങ്കിലാണ് പൂണ്ട് വിളയാടിയത് ഇത്രയും കാലം. ആ ഹുങ്കിന് മീതെ കിട്ടിയ കിടുക്കാണ് ഇന്ന് കോടതിയുടെ ഭാഗത്ത് നിന്നും ഉണ്ടായത്. ഇത് ഞാൻ പറയുകയാണെങ്കിൽ അൻഷാദെ, ഇത് അകത്ത് കിടക്കുന്ന ബോച്ചയേക്കാൾ അപകടം പുറത്തുള്ള ബോച്ചെ ആർമിയാണ്. അവർക്ക് കൂടിയുള്ള ഒരു താക്കീതാണ്. അകത്ത് കിടക്കുന്ന ബോച്ചെ പുറത്തു വന്നാൽ, ഇന്നലെ കൈരളി ന്യൂസിൻ്റെ ചാനൽ ചർച്ചയിൽ ഒരു കക്ഷി പറയുകയാണ്, എനിക്ക് അയാളുടെ വേണമെങ്കിൽ എനിക്ക് ആ പേര് ഈ വ്യക്തിയാണ് പറഞ്ഞത് എന്ന് പറയാം, പക്ഷേ അങ്ങനെ പേര് പറയപ്പെടേണ്ട ഒരു വ്യക്തി പോലും അല്ലല്ലോ, എനിക്ക് അയാളുടെ പേര് പറയേണ്ട കാര്യമില്ലല്ലോ, ഞാൻ പേര് പറയുന്നില്ല. ഒരു വ്യക്തി പറയുകയാണ്, ദ ഓൾ കേരള മെൻസ് അസോസിയേഷനോ എന്തോ ആണ് ആ സംഘടനയുടെ ആളാണ്. അയാൾ പറയുകയാണ്, കേരള പോലീസിനോട് ഞാൻ ചോദിക്കുകയാണ്, ഒരു തീവ്രവാദിയെ പോലെ വയനാട്ടിൽ റിസോർട്ടിൽ പോയി അറസ്റ്റ് ചെയ്യേണ്ട, കോടതിയിൽ ഹാജരാക്കേണ്ട എന്ത് കാര്യമാണ് ഉള്ളത്? ഞാൻ കേരള പോലീസിനോട് പറയുന്നു, അകത്തിട്ട് കഴിഞ്ഞാൽ പുറത്തു വന്നാൽ ഞങ്ങൾ 2 ദിവസത്തിനകം ബോബി ചെമ്മണൂരിനെ പുറത്തേക്ക് കൊണ്ടുവരും, എന്നിട്ട് പൂമാലയിട്ട് സ്വീകരിക്കുമെന്ന്. എന്താ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത് ജയിലിൽ പോയിട്ട് കിടക്കില്ലേ? ബസ്സിൽ നിന്ന് ഇരുന്ന് അധിക്ഷേപം നടത്തി, അതായത് ലൈംഗികമായ അതിക്രമം നടത്തിയ, പിന്നെ സവാദിനെ മാലയിട്ട് സ്വീകരിച്ച കേരളം അല്ല, അയാളാണ് ഈ കക്ഷി. അപ്പോ സത്യത്തിൽ സ്ഥിരം പരിപാടിയാണ്. അതായത് പുരുഷ മേധാവിത്വത്തിന് വേണ്ടി വാദിക്കുന്ന ഒരാളാണ് ഈ പറയുന്ന ഈ ഒരു മഹാൻ. ഇവനെയൊക്കെയാണ് സത്യത്തിൽ പിടിച്ച് അകത്തിടാനുള്ളതെന്നാണ് എനിക്ക് പറയാനുള്ളത്. എനിക്ക് സുബിഷ ഇതിനോട് പറയാനുള്ളത് ഒരു 3 പോയിന്റ് ഉണ്ട്. അതായത് ഒന്ന്, ഈ ബോച്ചയെ സത്യത്തിൽ വളർത്തിയത് ഇവിടെ ആരാണ്? ഈ ബോച്ചെ, അതായത് VS പണ്ടേ പറഞ്ഞിട്ടുണ്ട്, VS അച്യുതാനന്ദൻ പ്രതിപക്ഷ നേതാവായിരുന്ന സമയത്ത് ബോബി ചെമ്മണ്ണൂരിൻ്റെ സ്ഥാപനങ്ങൾക്കെതിരെ വ്യക്തമായ പരാതിയുമായിട്ട് മുന്നോട്ട് വന്നിരുന്നു. അന്ന്
ഉമ്മൻചാണ്ടി ആയിരുന്നു മുഖ്യമന്ത്രി. ഉമ്മൻചാണ്ടി ആ കാര്യത്തിൽ വേണ്ടത്ര നടപടിയെടുത്തില്ല എന്നുള്ള ഒരു വിമർശനവും അന്ന് VS അച്യുതാനന്ദൻ മുന്നോട്ട് വച്ചിരുന്നു. എന്താണ് ആൾക്കാരിൽ നിന്ന്, നിക്ഷേപകരിൽ നിന്ന് പണം പിരിച്ച് അതിനെ വേറെ രീതിയിൽ ഉപയോഗിക്കുന്നത്, അതായത് കമ്പനിയുടെ ലാഭമായി കാണിക്കുന്ന രീതിയിലുള്ള തട്ടിപ്പ് നടത്തിയാണ് ഈ ബോബി ചെമ്മണ്ണൂർ, പണ്ട് ഓർമ്മയുണ്ടോ, മറഡോണയെ കൊണ്ടുവന്നു, മറ്റു പലരെയും കൊണ്ടുവന്ന് ഈ ഒരു സ്ഥാപനത്തെ വളർത്തി, അതായത് നിക്ഷേപങ്ങൾ പല രീതിയിൽ സ്വീകരിച്ചിട്ട് അത് ലാഭമാണ് എന്ന് കാണിച്ച് തട്ടിപ്പ് നടത്തിയാണ് ബോബി ചെമ്മണ്ണൂർ ഈ ഒരു പണത്തിൻ്റെ മീതെ കിടക്കുന്ന ഒരു രീതിയിലേക്കൊക്കെ എത്തിയത്. അപ്പോൾ അങ്ങനെയുള്ള ബോബി ചെമ്മണ്ണൂരിനെ വളർത്തിയതാരാണ്? യൂട്യൂബ് ചാനലുകളാണ്. എന്തും ഏതും പറയാവുന്ന യൂട്യൂബ് ചാനലുകൾ. ഈ ബോബി ചെമ്മണ്ണൂരിനെ പോലുള്ള വഷളന്മാരെ അങ്ങ് ആഘോഷിക്കുന്ന യൂട്യൂബ് ചാനലുകളാണ് സത്യത്തിൽ. സുബീഷ് നേരത്തെ പറഞ്ഞില്ലേ, ബോബി ചെമ്മണ്ണൂർ ഡബിൾ മീനിങ് എന്ന് അടിച്ചു നോക്കിയാൽ ഈ യൂട്യൂബ് ചാനലുകളാണ് മൊത്തം വരുന്നത്. അപ്പോൾ സത്യത്തിൽ സംസ്ഥാന സർക്കാർ ഈ ബോബി ചെമ്മണ്ണൂരുമായി ബന്ധപ്പെട്ട നടപടിയുടെ ഭാഗമായി ഈ ഇത്തരം യൂട്യൂബ് ചാനലുകളെ നിയന്ത്രിക്കണമെന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അതിനുള്ള വകുപ്പ് IT ആക്ടിലുണ്ട്, പക്ഷേ നമ്മളത് ഉപയോഗപ്പെടുത്തുന്നില്ല എന്നുള്ളതാണ് എൻ്റെ അടുത്തൊരു നിയമം. യൂട്യൂബ് ചാനലുകൾക്കെതിരെ അല്ല, ഹണി റോസിന്റെ പരാതിക്ക് കാത്തു നിൽക്കുന്നത് എന്തിനാണ്? സംസ്ഥാന സർക്കാരിന് സ്വമേധയാ കേസെടുക്കാം. ഒരുപാട് വകുപ്പുകളുണ്ട്. നിയമവിദഗ്ധരുമായി ആലോചിച്ചാൽ അതിനുള്ള ഓപ്ഷൻസ് ഒരുപാടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള യൂട്യൂബ് ചാനലുകൾ. പിന്നീട് നമ്മൾ നോക്കൂ, ഇപ്പോൾ ഹണി റോസിൻ്റെ വിഷയം വരുമ്പോൾ കഴിഞ്ഞ ദിവസം PP ദിവ്യ, മുൻ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻറ്റിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ താഴെ ഒരു വഷളൻ, എന്താ പറയുക, ഒരു ക്രിമിനൽ വന്ന് കമൻറ്റ് ചെയ്തിരിക്കുന്നത് എന്തെന്ന്, തൻ്റെ മകളെ ബലാത്സംഗം ചെയ്യണമെന്ന്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരു വീട്ടിൽ ആരെങ്കിലും ഒരു കൊച്ചു കുട്ടിയെങ്കിലും ഉള്ള ആൾ ഇങ്ങനെ വന്ന് ഒരു കമൻറ്റ് ചെയ്യും. അപ്പോൾ ഇവനെയൊക്കെ കണ്ടെത്തി. അത് പക്ഷേ PP ദിവ്യ അയാളുടെ അഡ്രസ്സ് ഉൾപ്പെടെ വെച്ചിട്ടാണ് ഇത് പോലീസിൽ പരാതി കൊടുത്തിരിക്കുന്നത്. എന്തായാലും അദ്ദേഹത്തെ പൊക്കുമെന്നാണ് എനിക്ക്, ഈ പറഞ്ഞ ആളെ പൊക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇങ്ങനെ ഇതിൽ യഥാർത്ഥത്തിൽ എന്താണ് വരുന്നത്? നമ്മൾ എല്ലാം ഇപ്പോൾ മാളവിക സീമേനോൻ, ഇങ്ങനെയുള്ള ഈ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരുപാട് നടിമാരുണ്ട്. കുറച്ച് അവർ മോഡേൺ ആയിട്ടുള്ള ഡ്രസ്സ് ധരിക്കുന്ന നടിമാരുണ്ട്. അവരുടെ എല്ലാം പോസ്റ്റിൻ്റെ താഴെ ഇവരെല്ലാവരും, ഈ നടിമാരെ എല്ലാവരും ഇവർ ഫോളോ ചെയ്തിട്ടുണ്ട്. നമുക്കൊരാളെ കാണാണ്ട, അദ്ദേഹത്തെ ഇഷ്ടമല്ല അല്ലെങ്കിൽ അവരുടെ വസ്ത്രധാരണം ഇഷ്ടമില്ല എങ്കിൽ എന്താണ് ചെയ്യാനുള്ളത്? ഒരു ഇൻസ്റ്റഗ്രാം പോസ്റ്റേ ഫോളോ ചെയ്യണ്ട, അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാം പേജേ ഫോളോ ചെയ്യണ്ട. അത് ചെയ്യാതെ അതിൽ ഫോളോ ചെയ്തിട്ട് അതിൻ്റെ അടിയിൽ പോയി അവരെ സദാചാരം പഠിപ്പിക്കുന്ന കുറേ അമ്മാവന്മാരെ ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും കാണാം. ഇവർക്കെതിരെ ചികിത്സ ആവശ്യമുള്ള. അപ്പോൾ ഇപ്പോൾ ഹണി റോസ് എടുത്തിരിക്കുന്നത് ഒരു ഗുഡ് മൂവ്മെൻ്റാണ്. സത്യത്തിൽ ഇതുപോലെ അസഭ്യ വർഷങ്ങൾ കമൻറ്റ് ബോക്സിൽ നിറയ്ക്കുന്നവർക്കെതിരെ ഇതുപോലുള്ള നടിമാർ ഉറപ്പായിട്ടും മുന്നോട്ട് പോകണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. പലരും വലിയ രീതിയിലുള്ള അധിക്ഷേപങ്ങൾ നേരിടുമ്പോൾ നമുക്ക് പേഴ്സണലായിട്ട് അറിയാനുള്ളവരടുത്ത് ചോദിക്കുമ്പോൾ പറയും ഈ പോലീസ് നടപടിയായിട്ടൊക്കെ മുന്നോട്ട് പോകാൻ വയ്യ. സത്യത്തിൽ ഇങ്ങനെ പോലീസ് നടപടിയുമായി മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നുള്ള നിലപാടെടുക്കുന്നവരാണ് ഈ അമ്മാവന്മാരെ അല്ലെങ്കിൽ ഈ കമൻറ്റ് ബോക്സിലെ ഈ വഷളന്മാരെ വളർത്തുന്നത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇത് ഹണി റോസ് മുന്നോട്ട് വെച്ച ഒരു ഉദാഹരണം അല്ലെങ്കിൽ ഒരു മാതൃകയുണ്ട്. ആ മാതൃക പിന്തുടർന്ന് മുന്നോട്ട് പോകണം. പിന്നെ ഈ രാഹുൽ ഈശ്വറിനെ പോലുള്ള ആൾക്കാർ പറയുന്നത്, അതായത് ഈ ഫറ ഷിബില എന്ന് പറയുന്ന ഒരു അഭിനേത്രിയുണ്ട്. അവർ കഴിഞ്ഞ ദിവസം നടത്തിയ ഒരു പരാമർശത്തെയും രാഹുൽ ഈശ്വർ കഴിഞ്ഞ ദിവസം ചാനൽ ചർച്ചകളിൽ ഒരുപാട് തവണ യൂസ് ചെയ്യുന്നത് കണ്ടു. അതായത് ആളുകളുടെ ലൈംഗിക ദാരിദ്ര്യം ഹണി റോസ് ചൂഷണം ചെയ്യുന്നു. ആ വിഷയം കൂടി ഈ വിഷയത്തിൽ ചർച്ച ചെയ്യണം എന്നാണ് ഈ രാഹുൽ ഈശ്വർ നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്നത്. അതായത് ഞാൻ പറയുന്നത്, ഒരാളുടെ ഡ്രസ്സ് കണ്ടിട്ട് അല്ലെങ്കിൽ അവർ ഏത് വസ്ത്രം ധരിക്കണമെന്ന് നമ്മൾ എന്തിന് തീരുമാനിക്കണം? അതായത് ആരെങ്കിലും ഒരു വസ്ത്രം ധരിക്കുന്നത് കണ്ടാൽ അവരെ ഉടനെ നന്നാക്കാൻ പുറപ്പെടണം. നമ്മൾ ആരാണ് ഈ സമയത്ത് അത്തരം ചർച്ചകൾ വരണം എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം നമ്മൾ ആരാണ്? അവർക്ക് ഇഷ്ടപ്പെട്ട, അവർക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള, അവർ അത് ഇട്ടാൽ അവർക്ക് സൗന്ദര്യം തോന്നുന്ന വസ്ത്രം ധരിക്കട്ടെ. ആർക്കാണ് ഇവിടെ പ്രശ്നം? അതിൻ്റെ അടിയിലെല്ലാം പോയി ഈ ചൊറിയുന്ന കമൻറ്റുകളും ഇട്ട് അവരുടെ തന്തയ്ക്കും തള്ളയ്ക്കും ഒക്കെ വിളിക്കുന്ന രീതിയിലുള്ള പോസ്റ്റുകൾ ഇടുന്നത്
എന്ത് മാന്യതയാണ് എന്ന്, എന്താണ് ഇവർക്ക് കിട്ടുന്ന ഈ സുഖമെന്ന് എനിക്ക് അതൊരു ഒരു പ്രത്യേകതരം സുഖവും ആനന്ദവും അതിൽ നിന്നും അനുഭവിക്കുന്ന ഒരു വിഭാഗമുണ്ട്, വലിയ ഒരു വിഭാഗമുണ്ട്. ആ വിഭാഗത്തിന്റെ പ്രതിനിധിയായിരുന്നു ഇത്രയും കാലം ബോച്ചെ. ഇനി അങ്ങോട്ട് അത്ര എളുപ്പത്തിൽ അദ്ദേഹത്തിന് അതിന്റെ ഒരു ബ്രാൻഡ് അംബാസഡറായിട്ട് തുടരാൻ കഴിയും എന്നെനിക്ക് തോന്നുന്നില്ല. പിന്നെ സുബീഷ് പറഞ്ഞ ഒരു കാര്യത്തിന്, അതായത് ബോച്ചെ ഇന്ന് കോടതിയിൽ വാദിച്ച ഒരു കാര്യം ഉണ്ടല്ലോ, അതായത് ഈ ഞങ്ങൾ ആ വീഡിയോ ഹാജരാക്കാം. അതായത് ഹണി റോസിൻ്റെ കയ്യിൽ ഞാൻ കടന്നു പിടിച്ചതല്ല, ഹണി റോസിന് കൈ നീട്ടിയപ്പോൾ ഹണി റോസ് കൈ തന്നതാണ്, അപ്പോഴാണ് ഞാൻ കറക്കിയത്. ഒരു തവണ കറക്കിയ ശേഷം ആ മാലയുടെ പിൻഭാഗം കാണട്ടെ എന്ന് പറഞ്ഞ് വീണ്ടും കറക്കുന്നതൊക്കെ ആ വീഡിയോയിലുണ്ട്. അങ്ങനെ വഷളൻ കമൻ്റ് അടിച്ചുകൊണ്ടാണ് അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ചർച്ചയിൽ പറഞ്ഞു, ഹണി റോസ് വളരെ പ്രൊഫഷണലാണ്. സാധാരണ ഒരു അഭിനേത്രി അല്ലെങ്കിൽ ഒരു അഭിനേതാവ് ഒരു കടയുടെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ 1 മണിക്കൂർ അല്ലെങ്കിൽ 1.5 മണിക്കൂർ മാത്രമേ ആ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് ഫോട്ടോ എടുക്കാനും അതിൻ്റെ ഉദ്ഘാടനവും അതിൻ്റെ ആ പരിപാടികളും എല്ലാമായിട്ട് നിൽക്കുള്ളൂ. പക്ഷേ ഹണി റോസ് അങ്ങനെയല്ല, ഏകദേശം 4 മണിക്കൂർ വരെ അവർ നിൽക്കുന്ന പരിപാടികൾ ഞാൻ കണ്ടിട്ടുണ്ട്. അതായത് അവർ ആ ഒരു പണം വാങ്ങിച്ചു വരുന്ന പരിപാടിയോട് പൂർണ്ണമായ ആത്മാർത്ഥത പുലർത്തി തന്നെയാണ് അവർ ആ പരിപാടിയുമായി സഹകരിച്ചത്. അവർ അന്ന് തന്നെ എന്നോട് ഫോണിൽ സംസാരിച്ചപ്പോൾ പറഞ്ഞെന്താണ്, അപ്പോൾ തന്നെ പ്രതികരിച്ചുകൂടെ എന്ന് പലരും എൻ്റെ കമൻറ്റ് ബോക്സിൽ ചോദിക്കുന്നുണ്ട്. പക്ഷേ അപ്പോൾ പ്രതികരിക്കുമ്പോൾ അതൊരു വ്യക്തിക്കെതിരെയുള്ള ഒരു പ്രതികരണമല്ല. ഈ ഒരു സ്ഥാപനവുമായി, ബോച്ചയുടെ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് ഒരുപാട് വ്യക്തികളുണ്ട്, അവർക്കെതിരെയെല്ലാമുള്ള, അതായത് ഇതൊരു ഫംഗ്ഷനാണ്. ആ ഫംഗ്ഷൻ അലങ്കോലപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്നെ ഗസ്റ്റായിട്ട് വിളിച്ച ഒരു ഫംഗ്ഷൻ അലങ്കോലപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇനി അദ്ദേഹത്തിൻ്റെ പരിപാടിക്ക് ഞാൻ പോകുന്നില്ല എന്ന നിലപാടെടുത്തിട്ടും പിന്നാലെ നടന്ന് പല ഇൻ്റർവ്യൂകളിലും വീണ്ടും ഒരേ കാര്യം ആവർത്തിച്ചപ്പോൾ ആണ്, ഈ മഹാഭാരതത്തിലെ കഥാപാത്രവുമായിട്ടൊക്കെ ബന്ധപ്പെടുത്തി അതിനെ ആവർത്തിച്ചപ്പോഴാണ് ഹണി റോസ് നടപടിയിലേക്കും പിന്നീട് അത് പരാതിയിലേക്കും ഒക്കെ പോയത്. എന്തായാലും സുബീഷ് പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട പോയിൻ്റാണ്, അതായത് ഈ ബോച്ചയെക്കാളും അപകടകാരികളാണ് ഈ ബോച്ചെ ആർമി. സത്യത്തിൽ ഇന്ന് ജി സുധാകരൻ പറഞ്ഞ ഒരു വാക്കുണ്ട്, അത് ക്രിമിനൽ സംഘമാണ്. അത് ക്രിമിനൽ സംഘത്തെ പോലീസ് കണ്ടെത്തി അകത്തിടണം എന്നുള്ളതാണ് എനിക്ക് ഇതിൽ പറയാനുള്ളത്. അതായത് മാത്രമല്ല അൻഷാദ്, ഇപ്പോൾ ഈ അറസ്റ്റ് ചെയ്യപ്പെട്ടതിന് ശേഷം ഒരു ഘട്ടത്തിൽ പോലും ബോബി ചെമ്മണൂർ എന്ന ബോച്ചെ തനിക്ക് കുറ്റബോധം തോന്നിയിട്ടില്ല എന്നാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പ്രതിക്കൂട്ടിൽ തളർന്നിരുന്നു, രക്തസമ്മർദ്ദം കൂടി, ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന ഘട്ടത്തിലും മാധ്യമപ്രവർത്തകർ ചോദിക്കുമ്പോൾ അദ്ദേഹത്തിന് ലെവലേശം കുറ്റബോധം. അങ്ങനെയാണ് ഞാൻ ഒരു കാര്യം കൂടെ പിടിച്ചു നിൽക്കാൻ സുബീഷ് ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. അതായത് ഹണി റോസ് ധരിക്കുന്ന വസ്ത്രം കണ്ടിട്ടാണ് ബോച്ചയ്ക്ക് പ്രശ്നമെങ്കിൽ ബോച്ച ധരിക്കുന്ന വസ്ത്രം കണ്ടാൽ നമുക്കല്ലേ പ്രശ്നം? എന്ത് വഷളൻ ഡ്രസ്സാണ് അദ്ദേഹം ധരിച്ചിരിക്കുന്നത്. അപ്പോൾ ആരെങ്കിലും അദ്ദേഹത്തിൻ്റെ വസ്ത്രത്തെക്കുറിച്ച് കമൻറ്റ് ചെയ്യാൻ പോയാൽ അദ്ദേഹത്തിന് എന്ത് തോന്നും? അപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ സ്വാതന്ത്ര്യമാണ്, അത് അവിടേക്ക് വിടുക. അതൊക്കെ അദ്ദേഹത്തിൻ്റെ സ്വാതന്ത്ര്യം, അദ്ദേഹത്തിന് എന്തും വിളിച്ചു പറയാം. പക്ഷെ അത് വിളിച്ചു പറയുമ്പോൾ സൂക്ഷിക്കണം, സഭ്യതയുടെ അതിരുകൾ ലംഘിക്കുന്ന ഒരു പരാമർശം ഇനി ബോച്ചയുടെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ ബോച്ചെ ആർമിയുടെ ഭാഗത്തു നിന്നോ ഉണ്ടാകില്ല തൽക്കാലം എന്നാണ് നാം പ്രതീക്ഷിക്കേണ്ടത്. ഇവിടെ ഇപ്പോൾ ഞാൻ നേരത്തെ പറയാൻ ശ്രമിച്ചത് അതാണ്, ഒരു ഘട്ടത്തിൽ പോലും അദ്ദേഹത്തിന് കുറ്റബോധം തോന്നിയില്ല, തൻ്റെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുണ്ട് എന്ന് തോന്നിയില്ല. മാത്രമല്ല പറഞ്ഞതിൽ പിടിച്ചു തൂങ്ങി ന്യായീകരിക്കാനുള്ള ശ്രമമാണ് ബോബി ചെമ്മണൂർ അവസാന നിമിഷം വരേക്കും നടത്തിയത്. ഈ കുന്തി ദേവി പരാമർശം തന്നെ ഇടയ്ക്ക് പലപ്പോഴും ബോബി ചെമ്മണൂർ പറഞ്ഞത് ഈ അറസ്റ്റിലേക്ക് കാര്യങ്ങൾ പോകും എന്ന് ഉറപ്പിച്ച ഘട്ടത്തിൽ പോലും, ഇപ്പോൾ കേസെടുത്ത ആ ഘട്ടത്തിൽ പോലും ഒരു യൂട്യൂബ് ചാനലിനോട് പ്രതികരിച്ചത് ഞാൻ നടി എന്നല്ലേ പറഞ്ഞത് ഡാഷ്, ആ വാക്ക് ഞാൻ ഇവിടെ ഉപയോഗിക്കുന്നില്ല എന്നല്ലല്ലോ. ആദ്യത്തെ പ്രതികരണം അതായിരുന്നു. അപ്പോൾ ആ ഘട്ടത്തിൽ പോലും ഇതൊന്നും താൻ തന്റെ ഈ അശ്ലീല സംഭാഷണവുമായി ദ്വയാർത്ഥ പ്രയോഗം നിറഞ്ഞ തന്റെ ഈ നിഘണ്ടുവുമായി തന്നെ തന്റെ സഞ്ചാരം തുടരും എന്ന ഒരു അഹങ്കാരവും ധാർഷ്ട്യവും തന്നെയാണ് അതായത് ഈ മാപ്പ് പറയില്ല എന്ന് ഇപ്പോ കോടതി പറഞ്ഞെങ്കിലും ഈ മാപ്പ് പറയുന്നത് ബോച്ചയുടെ ഒരു രീതിയാണ്. നിങ്ങൾക്ക് ഒരുപാട് ഓഡിയോ ക്ലിപ്പുകൾ കിട്ടും. ബോച്ചെ പല പെണ്ണുങ്ങളെടുത്തും പോയി മാപ്പ് മാത്രമാണ് അൻഷാദെ, അതല്ല ഞാൻ പറഞ്ഞത്, സ്വകാര്യമായി, അതായത് പല സ്ത്രീകളെടുത്തും ഒരു വിപണന തന്ത്രമാക്കി മാറ്റാറുണ്ട്. അതായത് പല സ്ത്രീകളെടുത്തും അപമര്യാദയായി പെരുമാറിയ ശേഷം പിന്നീട് അവരെ വിളിച്ച് മാപ്പ് പറയുന്ന ഓഡിയോ ക്ലിപ്പുകൾ ഇപ്പോൾ പ്രചരിച്ചു തുടങ്ങിയിട്ടുണ്ട്. പബ്ലിക് ഡൊമൈനിലുണ്ട്, അതൊക്കെയുണ്ട്. അതൊക്കെ PR ടീം ഇപ്പൊ സജ്ജമാണല്ലോ. PR ടീം അതൊക്കെ
ഒക്കെ പുറത്തേക്ക് ഇറക്കുന്നുണ്ട്. ഈ കുന്തി ദേവി പരാമർശം പോലും പിന്നീട് പറഞ്ഞത് മഹാഭാരതത്തിലെ കുന്തിയായി വേഷം കെട്ടിയ ഏതോ ഒരു നടിയുമായി സാദൃശ്യം തോന്നിയത് കൊണ്ട് പറഞ്ഞതാണ്, അതല്ലാതെ മറ്റൊരർത്ഥത്തിൽ പറഞ്ഞതല്ല. മറ്റാരോ അതിനൊരു മറ്റൊരർത്ഥം കൽപ്പിച്ചു, അത് ഹണി റോസ് കേട്ടു. അപ്പോൾ ഹണി റോസ് വിഷമം തോന്നിയതിന് ഞാൻ എന്ത് ചെയ്യാനാണ് എന്ന രീതിയിലായിരുന്നു ബോച്ചയുടെ പരാമർശം. ഇതൊക്കെ ഈ ന്യായീകരണങ്ങളൊക്കെ കേട്ട് അയ്യോ ബോച്ചെ പാവം നിഷ്കളങ്കനായ വ്യവസായി എന്ന് വിധി എഴുതി ബോച്ചയെ തുറന്നു വിടാൻ, ബോച്ചയ്ക്ക് ജാമ്യം അനുവദിക്കാൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 10ാം ക്ലാസ് തോറ്റ ആളല്ല കോടതിയിൽ മജിസ്ട്രേറ്റ് ആയിട്ട് ഇരിക്കുന്നത് എന്നുള്ള പ്രാഥമികമായ ബോധ്യമെങ്കിലും ഈ വ്യവസായി എന്ന് പറയുന്ന ഉഡായിപ്പ് കച്ചവടക്കാരന്, തട്ടിപ്പ് കച്ചവടക്കാരന് ഉണ്ടാകേണ്ടതായിരുന്നു. അത് ഉണ്ടായില്ല. തൻ്റെ പണം തൻ്റെ രക്ഷിക്കും, തൻ്റെ ബോച്ചെ ആർമി, തനിക്ക് വേണ്ടി കൈയടിക്കുന്ന ബോച്ചെ ആർമി തൻ്റെ കൂടെ ആജീവനാന്തകാലം ഉണ്ടാകുമെന്നുള്ള അഹങ്കാരമായിരുന്നു ഈ ബോബി ചെമ്മണൂർ എന്ന് പറയുന്ന ബോച്ചയ്ക്ക്. അത് ഉണ്ടായില്ല. ഇന്ന് പ്രതിക്കൂട്ടിൽ തളർന്നിരുന്നപ്പോൾ BP കൂടിയപ്പോൾ മാത്രമാണ് ആ അഹങ്കാരത്തിനും ധാർഷ്ട്യത്തിനും ഹുങ്കിനും അല്പമെങ്കിലും കുറവ് വന്നത്. പക്ഷെ പൂർണ്ണമായും ഇന്നലെ കൈവീശി എല്ലാവരെയും കാണിച്ച് പിന്നെ കോടതിക്കകത്തേക്കും പോലീസ് സ്റ്റേഷനിലേക്കും കയറിപ്പോയ ബോച്ച ഇന്ന് 2 പേരുടെ തോളിൽ കൈയിട്ട് ഇങ്ങനെ വരുന്ന ഒരു രംഗം, അതായത് എന്താണ് എന്നുള്ളത് ഇപ്പൊ പുള്ളിക്ക് മനസ്സിലായി എന്ന് തോന്നുന്നു. എന്തായാലും ഇത് ബോച്ചയ്ക്കുള്ള താക്കീത് മാത്രമല്ല, പുറത്തുള്ള ബോച്ചെ ആർമിക്കുള്ള വഷളന്മാർക്കുള്ള താക്കീതാണ്. അശ്ലീലത്തിന്റെ കമന്റ് ബോക്സ് എന്നേക്കുമായി പൂട്ടണം. അതിനി ഒരാളുടെ പരാതിക്ക് വേണ്ടി പോലീസ്, കേരളത്തിന്റെ സൈബർ വിഭാഗം കാത്തു നിൽക്കരുത്. അത്തരം നടപടികളും പരിശോധനകളും കർശനമായി തുടരണം. ഹണി റോസ് തുടങ്ങി വെച്ച ഈ പോരാട്ടം കേരളം തുടരട്ടെ എന്ന് മാത്രം നമുക്ക് ഈ ഘട്ടത്തിൽ ആഗ്രഹിക്കാം, പ്രതീക്ഷിക്കാം.